ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്ന ആക്ട് ആണ്. വളരെ പുതിയ ആക്ട് അല്ലെ. നമുക്കറിയാം പണ്ട് IPC ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ IPCയിൽ നിന്നും മാറി പുതിയതായിട്ട് വന്ന നിയമമാണ് ഭാരതീയ ന്യായ സംഹിത. ഓക്കെ, സോ ഭാരതീയ ന്യായ സംഹിതയിൽ നിന്നുമാണ് ഇനിയുള്ള സിലബസിൽ സിവിൽ പോലീസ് ഓഫീസറുടെ സിലബസിനകത്ത് കാര്യമായ മാറ്റം വന്നതുകൊണ്ട് IPCക്ക് പകരം BNS ഉം CRPCക്ക് പകരം BNSS ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും അതുപോലെ തന്നെ നമ്മുടെ എവിഡൻസ് ആക്ടിന് പകരം ഭാരതീയ സാക്ഷ്യ അധിനിയം എന്ന് പറയുന്ന ആക്ടും പുതിയതായിട്ട് വന്നു അല്ലെ. സോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും സെക്ഷനുകളെല്ലാം പുതിയ ആക്ടിൽ നിന്നും ഇനി നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് പഠിച്ചു പോവാം. ഇത് പഠിച്ചു പോകേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞാൽ ബെയർ ആക്ട് ഉപയോഗിച്ചുകൊണ്ടാണ് പഠിക്കേണ്ടത്. നമ്മുടെ ബെയർ ആക്ട്, അതായത് പാർലമെന്റ് പാസ്സാക്കുന്ന ആക്ട്, അതാണ് നിങ്ങളിപ്പോ കാണുന്നത്. നിങ്ങൾ കാണുന്നത് എന്താണ്? ഇതാണ് പാർലമെന്റ് പാസ്സാക്കിയ ആക്ടിന്റെ ബെയർ ആക്ട് എന്ന് പറയുന്ന രൂപം. ഓക്കെ, ആ രൂപത്തിൽ നിന്നുമാണ് നമ്മൾ പഠിക്കേണ്ടത്. ബുക്കുകൾ ഒരുപാട് റെഫർ ചെയ്യാനുണ്ടായിരിക്കാം, പക്ഷെ എങ്കിൽ കൂടിയും അതിന്റെ തർജ്ജമകൾ അല്ലെങ്കിൽ ഇതിന്റെ ജസ്റ്റ് ഇതിൽ നിന്നും കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം അതിനകത്ത് വരുന്നുണ്ടാവാം. നമ്മൾ എന്തായാലും ക്ലാസ്സിനകത്ത് ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബെയർ ആക്ട് ആണ്. അതിൽ എക്സ്ട്രാ പോയിന്റുകൾ ഉണ്ടെങ്കിൽ അത് മലയാള രൂപത്തിൽ ഞാൻ പറഞ്ഞു തരാം. അതിലെ വാക്കുകൾ, കടിക്കട്ടി വാക്കുകൾ നിയമത്തിൽ ഉണ്ടാവാം, പക്ഷെ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കി പോകാം. ഓക്കെ, സോ നമുക്ക് ആദ്യ ക്ലാസ്സിലേക്ക് കടക്കുകയാണ് BNSന്റെ. ക്ലിയർ ആണല്ലോ? ആദ്യമായി നമ്മൾ പഠിക്കുന്നത് കുറച്ച് ഡേറ്റുകളാണ് നമ്മൾ പഠിക്കേണ്ടത്. കുറച്ച് ഡേറ്റുകൾ പഠിക്കണം. ഇത് നമുക്കറിയാം ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചതാരാ? അത് ലോകസഭയിലാണ് അല്ലെ. ലോകസഭയിലെ നമ്മുടെ ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള ആരാണ്? നമ്മുടെ അമിത്ഷായാണ് അല്ലെ. അമിത്ഷാ നമുക്ക് പഠിച്ചു വെക്കുക. അത് ഒരു ചോദ്യമായിട്ട് വേണമെങ്കിൽ ചോദിച്ചേക്കാം. അത് നോട്ട് ചെയ്ത് പോവാം. ഇതിലെ എക്സ്ട്രാ പോയിന്റുകൾ, ഈ ബെയർ ആക്ടിൽ നിന്നും എക്സ്ട്രാ വരുന്ന പോയിന്റുകളെല്ലാം ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് നോട്ട് ചെയ്ത് പോകാം കേട്ടോ. അമിത്ഷായാണ്. അമിത്ഷാ ആരാണെന്ന് അറിയാം? നമ്മുടെ ആഭ്യന്തര മന്ത്രിയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായിരുന്ന അമിത്ഷായാണ് എന്ത് ചെയ്യുന്നത്, 2023 അവതരിപ്പിച്ച ഡേറ്റ് ഒന്നും സാധാരണഗതിയിൽ ചോദിക്കാറില്ല. ഇത് ഒരു തവണ അവതരിപ്പിച്ചു, വീണ്ടും അതിൽ നിന്ന് കഴിഞ്ഞ് രണ്ടാമത് അവതരിപ്പിച്ചു, അങ്ങനെയൊക്കെയാണ്. പല ബില്ലുകളും അങ്ങനെയാണ്. അമെന്റ്മെന്റുകൾ ഉണ്ടാവാം, വീണ്ടും അവതരിപ്പിക്കും. സോ അവതരിപ്പിച്ച ഡേറ്റ് അല്ല, പാസ്സാക്കിയ ഡേറ്റ് ആണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. പാസ്സാക്കിയ ഡേറ്റ് എന്താണ്? 2023 ഡിസംബർ മാസം 20-ാം തീയതിയാണ് ലോകസഭ പാസ്സാക്കിയത്. ഡിസംബർ മാസം 20-ാം തീയതി 2023. 2 പോയിന്റുകൾ നിങ്ങൾ പഠിച്ചല്ലോ. ആദ്യ പോയിന്റ് എന്താണ്? അമിത്ഷായാണ് ലോക്സഭയിൽ ഇത് അവതരിപ്പിച്ചത്. രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ പഠിച്ചല്ലോ. എന്താണ്? 2023 ഡിസംബർ മാസം 20-ാം തീയതി എന്ത് ചെയ്യുന്നു? ലോക്സഭ ഇത് പാസ്സാക്കുന്നു. അതിനുശേഷം നെക്സ്റ്റ് ഡേ 2023 ഡിസംബർ മാസം 21-ന് എന്ത് ചെയ്യുന്നു? രാജ്യസഭ ഇത് പാസ്സാക്കുന്നു. രാജ്യസഭ പാസ്സാക്കുന്നു. ലോക്സഭ പാസ്സാക്കി, രാജ്യസഭ പാസ്സാക്കി. 3 പോയിന്റ് പഠിച്ചല്ലോ. അമിത്ഷാ ആണ് അവതരിപ്പിച്ചത്. 2023 ഡിസംബർ മാസം 20-ാം തീയതി ലോക്സഭ പാസ്സാക്കി. 2023 ഡിസംബർ മാസം 21-ാം തീയതി അടുത്ത ദിവസം തന്നെ എന്ത് ചെയ്യുന്നു? നമ്മുടെ രാജ്യസഭ പാസ്സാക്കുന്നു. അതിനുശേഷം നമ്മുടെ ഈ ആക്ടിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഡേറ്റ് ഉണ്ട്. നോക്കൂ, ഡിസംബർ 2025 2023. കണ്ടോ നിങ്ങൾ? ഡിസംബർ 2025 2023 എന്ന് പറയുന്ന ഡേറ്റ്. ഈ ഡേറ്റിന്റെ പ്രത്യേകത എന്താ? ഈ ഡേറ്റിനാണ് എന്ത് ചെയ്യുന്നത്? പ്രസിഡൻഷ്യൽ അസെന്റ് കിട്ടുന്നത്. പ്രസിഡന്റ് അംഗീകരിക്കുന്നത്. പ്രസിഡന്റ് അംഗീകരിച്ച ഡേറ്റ് ആണ് ഡിസംബർ മാസം 25. ക്രിസ്മസിന്റെ ദിനമാണ്. 2023 ക്രിസ്മസ് ദിനം പഠിച്ചു വെക്കുക. 2023 ക്രിസ്മസ് ദിനം ഡിസംബർ 25-ന് എന്ത് ചെയ്യുന്നു? പ്രസിഡന്റ് ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്ന ആക്ട് എന്ത് ചെയ്യുന്നു? അസെന്റ് കൊടുക്കുന്നു. പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിക്കുന്നു. ക്ലിയർ ആണല്ലോ? അതിനുശേഷം എന്താണ് നിലവിൽ വന്നത്? നിലവിൽ വന്നത് പിന്നീട് ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്നു. ഗസറ്റ് നോട്ടിഫിക്കേഷനകത്ത് പറഞ്ഞു പിന്നീട് നോട്ടിഫൈ ചെയ്യുന്ന ഒരു ഡേറ്റിൽ എന്ത് ചെയ്യാം, ഈ ആക്ട് വരാം എന്ന് പറഞ്ഞു. ആ വന്ന നോട്ടിഫൈ ചെയ്ത ഡേറ്റ് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2024 ജൂലൈ 1 ജൂലൈ 1 2024 ജൂലൈ മാസം 1-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്? ഭാരതീയ ന്യായ സംഹിത നിലവിൽ വരുന്നത്. ഈ ആക്ട് എന്നു മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്? നിങ്ങൾക്കറിയാം, നമ്മുടെ അനുച്ഛേദം ആർട്ടിക്കിൾ 20 അല്ലെ. ആർട്ടിക്കിൾ 20-നകത്ത് പറയുന്നുണ്ട് നോ എക്സ്പോസ്റ്റ് ഫാക്ടോ ലോ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ആർട്ടിക്കിൾ 20-നകത്ത്. ശരിയല്ലേ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നോ എക്സ്പോസ്റ്റ് ഫാക്ടോ ലോ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ 20-കകത്ത് പറയുന്നില്ലേ? എന്താ നോ എക്സ്പോസ്റ്റ് ഫാക്ടോ ലോ? അതായത് ഒരു ക്രിമിനൽ നിയമവും മുൻകാല പ്രാബല്യത്താൽ കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഒരു നിയമമാണ് നോ എക്സ്പോസ്റ്റ് ഫാക്ടോ ലോ. പാർട്ട് 3-നാണ്. പാർട്ട് 3-യുടെ പ്രത്യേകത എന്താ? അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അല്ലെ, മൗലിക അവകാശമാണ്. അപ്പൊ ക്രിമിനൽ നിയമങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? മുൻകാല പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഏത് ഡേറ്റ് ആണോ വരുന്നത് അന്ന് മുതലുള്ള കേസുകളിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കാൻ പറ്റുള്ളൂ.
അപ്പൊ ഭാരതീയ ന്യായ സംഹിത എന്നാ നിലവിൽ വന്നത് 2024 ജൂലൈ മാസം 1-ാം തീയതി. അപ്പൊ ഏത് കേസുകൾക്ക് ഇത് ഉപയോഗിക്കുള്ളൂ? 2024 ജൂലൈ മാസം 1-ാം തീയതി മുതൽ അങ്ങോട്ട് വരുന്ന കേസുകളിൽ, അതിനുശേഷം റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളിൽ മാത്രമായിരിക്കും എന്ത് ചെയ്യുക, ഈ ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷനുകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? അപ്പൊ അതിനു മുമ്പ് നടന്ന സംഭവങ്ങൾക്ക്, അതിനു മുമ്പ് FIR ഇട്ട കേസുകൾക്ക് എല്ലാം ഏത് തന്നെയാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്? IPC തന്നെയാണ്. അപ്പൊ നിങ്ങൾ സിവിൽ പോലീസ് ഓഫീസർ ആയിട്ട് നിങ്ങൾ ജോലിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് അങ്ങോട്ട് IPCനെ കളയാൻ പറ്റില്ല. കാരണം 2010-ലും 2015-ലും ചിലപ്പോൾ 2020-ലൊക്കെ കേസുകൾ നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഏത് ആക്ട് പ്രകാരമായിരിക്കും? IPC പ്രകാരമായിരിക്കും. കാരണം IPC പ്രകാരമുള്ള ഒഫൻസുകൾക്കായിരിക്കും അവിടെ എല്ലാം ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് മാറ്റി പുതിയ BNS-ലെ സെക്ഷൻ ഒന്നും ഇടില്ല. ക്ലിയർ ആണല്ലോ? 2024 ജൂലൈ 1 മുതലുള്ള കേസുകളിലാണ് BNS-ന്റെ സെക്ഷനുകൾ ആവശ്യം വരുന്നത്. ഓക്കെ അല്ലേ? യെസ്. ഇനി അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഒരു പാർലമെന്ററി കമ്മിറ്റി ഉണ്ടായിരുന്നു. BNS-മായി ബന്ധപ്പെട്ട് ഒരു പാർലമെന്ററി കമ്മിറ്റി ഉണ്ടായിരുന്നു. അതിന്റെ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ബ്രിജ്ലാൽ ആണ്. ബ്രിജ്ലാൽ, ബ്രിജ് ഭൂഷൺ അല്ല, ബ്രിജ്ലാൽ കേട്ടോ. ബ്രിജ്ലാൽ പഠിച്ചു വെക്കുക. BNS-മായി ബന്ധപ്പെട്ടുള്ള പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രിജ്ലാലാണ്. പിന്നെ ഒരു ഓവർവ്യൂ എന്നുള്ള നിലയിൽ നമുക്ക് നോക്കാം എത്ര സെക്ഷനുകളാണ് BNS-ലുള്ളത്. സെക്ഷനുകളുടെ എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ 358 സെക്ഷനുകളാണ്. 358 സെക്ഷനുകളാണ് ഇപ്പോഴത്തെ BNS-ലുള്ളത്. പണ്ട് IPC-ൽ 511 ആയിരുന്നു. 511 എന്നുള്ളത് ഇപ്പൊ 358 സെക്ഷനുകളായിട്ട് കുറഞ്ഞു. പഠിക്കാൻ കുറവായിരിക്കുമെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ അങ്ങനെയൊന്നുമില്ല. കാരണം സെക്ഷനുകളുടെ എണ്ണമായി കുറഞ്ഞിട്ടുള്ളൂ, കണ്ടന്റ് ഒന്നും കുറഞ്ഞിട്ടില്ല. ഓക്കെ ആണല്ലോ? യെസ്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് എത്ര അധ്യായങ്ങളാണുള്ളതെന്ന് ചോദിച്ചാൽ 20 അധ്യായങ്ങളാണ്. 20 ചാപ്റ്റേഴ്സ് ആണ്. ഈ 358 സെക്ഷനുകളെ 20 ചാപ്റ്റേഴ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പണ്ട് 23 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ 20 ചാപ്റ്റേഴ്സേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സെക്ഷനുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയതായിട്ട് കൂട്ടിച്ചേർക്കുകയും കുറെ ഒഴിവാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സിലബസിലേക്ക് കിടക്കാം. സിലബസിൽ കൃത്യമായിട്ട് ഓരോ സെക്ഷനുകൾ, ഏതൊക്കെ സെക്ഷനുകൾ പഠിക്കണമെന്ന് സെക്ഷൻ തിരിച്ച് ഉണ്ടല്ലോ. നമുക്ക് ആദ്യമായിട്ട് പഠിക്കേണ്ട സെക്ഷൻ ഏതാ? സെക്ഷൻ 2 ക്ലോസ് 3 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്മുടെ BNS എടുക്കുക, നേരെ താഴേക്ക് പോവുക. സെക്ഷൻ 2 എന്ന് പറയുന്നത് കാണും. കണ്ടോ? ഇതാണ് സെക്ഷൻ 2. സെക്ഷൻ 2-നകത്ത് ഈ ക്ലോസ് 1 ആക്ടിനെ കുറിച്ച് പറയുന്നു. ക്ലോസ് 2 അനിമൽ മീൻസ് എന്താണ് അനിമൽ എന്ന് പറഞ്ഞാൽ പറയുന്നു. അതൊന്നും പഠിക്കണ്ട. നമുക്ക് എന്താ ആദ്യം പഠിക്കേണ്ടത്? സെക്ഷൻ 2 ക്ലോസ് 3 ആണ്. സെക്ഷൻ 2 ക്ലോസ് 3 എന്താ? ചൈൽഡ് എന്ന് പറയുന്നത്. ചൈൽഡ് മീൻസ് എനി പേഴ്സൺ ബിലോ ദ ഏജ് ഓഫ് 18 ഇയേഴ്സ്. കുട്ടി എന്ന് പറഞ്ഞാൽ ആരാണ്? ചൈൽഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുട്ടി അല്ലെ? കുട്ടി എന്ന് പറഞ്ഞാൽ ആരാണ്? അവിടെ പെൺകുട്ടിയെന്നോ ആൺകുട്ടിയെന്നോ അങ്ങനെ ഒന്നുമില്ല. ട്രാൻസ്ജെൻഡർ എന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യമില്ല. കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സിൽ താഴെയുള്ള എനി പേഴ്സൺ, ആരെയും കുട്ടി എന്ന നിർവചനത്തിനുള്ളിൽ കൊണ്ടുവരാം. ഇത് ഡെഫിനിഷൻ ആണ്. എന്തിനാണ് ഈ ഡെഫിനിഷൻ പറയുന്നത്? ഡെഫിനിഷൻ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളുടെയും ചൈൽഡ് എന്ന് പറഞ്ഞാൽ 18 വയസ്സ് അങ്ങനെയല്ല. ഈ ആക്ട് പ്രകാരം BNS എന്ന് പറയുന്ന ആക്ട് എവിടെയെല്ലാം ചൈൽഡ് എന്ന് പരാമർശിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അതിന്റെ അർത്ഥം എന്താണ്? 18 വയസ്സിൽ താഴെയുള്ള ഒരു വ്യക്തി. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ ഏത് ആക്ട് എടുത്തു കഴിഞ്ഞാലും ഡെഫിനിഷൻ ക്ലോസിൽ പറയുന്നത് എന്താ? ആ ആക്ടിൽ ആ പെർട്ടിക്കുലർ വേർഡ് എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അതിന്റെ മീനിങ് എന്താണ്? ഈ പറയുന്ന മീനിങ് ആണ്. ഈ ഡെഫിനിഷൻ ക്ലോസിൽ പറയുന്ന മീനിങ് ആണ്. ഇതാണ് ഡെഫിനിഷൻ ക്ലോസിന്റെ പ്രത്യേകത. നിർവചനങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ 2 ക്ലോസ് 3 ആണ് ചൈൽഡ്, ഒരു കുട്ടി എന്ന് പറയുന്നത്. 18 വയസ്സിൽ താഴെയുള്ള ആരെയും നമുക്ക് എന്ത് പറയാം? കുട്ടി എന്ന് പറയാം. അടുത്ത 2 ക്ലോസ് 4 ആണ്. 2 ക്ലോസ് 4-നകത്ത് എന്താ പറയുന്നത്? പോയി തൊട്ടടുത്ത് തന്നെ കൗണ്ടർ ഫീറ്റ് അല്ലെ? കൗണ്ടർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വ്യാജമായിട്ട് എന്ത് ചെയ്യാൻ നിർമ്മിക്കുന്ന പല കാര്യങ്ങളെയും കൗണ്ടർ ഫീറ്റ് എന്ന് പറയാം. അതിന്റെ ഡെഫിനിഷൻ എന്താ നോക്കാം. എ പേഴ്സൺ ഈസ് സെറ്റ് ടു കൗണ്ടർ ഫീറ്റ് ഹു കോസസ് വൺ തിങ് ടു റിസംബിൾ അനദർ തിങ്. അതായത് ഒരു സാധനത്തെ മറ്റൊരു സാധനത്തെ പോലെ കാണുന്ന വിധത്തിൽ, അതേ സാദൃശ്യത്തിൽ, അതേപോലെ തന്നെ സാമ്യമായിട്ട് കേട്ടോ, ഒരു സാധനം മറ്റൊരു സാധനത്തിന്റെ സാമ്യതയിൽ നിർമ്മിക്കുന്നത് പറയുന്ന പേരാണെന്ത്? കൗണ്ടർ ഫീറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇതിലെ ഒരു ഇന്റൻഷനും കൂടി വേണം, ഒരു മൈൻഡ് വേണം. നമ്മളൊരു ആക്ട് മാത്രമല്ല, ആ ആക്ട് ഏത് ഇന്റൻഷനോട് കൂടി ചെയ്യണം? ഇന്റൻഡിങ് ബൈ മീൻസ് ഓഫ് ദാറ്റ് റിസംബ്ലൻസ്
ടു പ്രാക്ടീസ് ഡിസെപ്ഷൻ. ഡിസെപ്ഷൻ എന്ന് പറഞ്ഞാൽ വഞ്ചന. അപ്പൊ വഞ്ചിക്കുന്നതിന് വേണ്ടി, മറ്റൊരാളെ വഞ്ചിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്ത് ചെയ്യുന്നു, ഒരു സാധനത്തെ മറ്റൊരു സാധനത്തിന്റെ സാമ്യത ഉണ്ടാക്കുക, ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതിനെയാണ് കൗണ്ടർഫീറ്റ് ചെയ്യുക എന്ന് പറയാം, അല്ലെ? കൗണ്ടർഫീറ്റ് ചെയ്യുക എന്ന് പറയാം. ഇനി പ്രാക്ടീസ് ഡിസെപ്ഷൻ ഓർ നോവിങ് ഇറ്റ് ടു ബി ലൈക്ലി ദാറ്റ് ഡിസെപ്ഷൻ വിൽ ദെയർബൈ പ്രാക്ടീസ്ഡ്. അതായത് ഈ കൗണ്ടർഫീറ്റ് ചെയ്തു കഴിഞ്ഞാൽ നേരിട്ട് വഞ്ചിക്കപ്പെടുമെന്ന് ഉദ്ദേശിക്കുകയോ അല്ലെങ്കിൽ അതിലൂടെ വഞ്ചിതനാവാൻ സാധ്യതയുണ്ട് എന്നുള്ള അറിവോടുകൂടി, നോവിങ് എന്നാ പറയണത് കേട്ടോ, ആ അറിവോടുകൂടി എന്ത് ചെയ്യുന്നു, ഒരു സാധനത്തിനെ മറ്റൊരു സാധനത്തിന്റെ സാദൃശ്യത്തോടെ അല്ലെങ്കിൽ സാമ്യതയിലേക്ക് എത്തിക്കുന്നു, റിസംബിൾ ചെയ്യിപ്പിക്കുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് കൗണ്ടർഫീറ്റ്. നമുക്ക് സാധാരണയായിട്ട് അറിയുന്ന കൗണ്ടർഫീറ്റ് എന്നുള്ള വേർഡിന്റെ കൂടെ എപ്പോഴും കേൾക്കാറുള്ളത് കൗണ്ടർഫീറ്റിംഗ് ഓഫ് കോയിൻസ്, അല്ലെ? കോയിനുകൾ, നോട്ടുകൾ കൗണ്ടർഫീറ്റ്, കള്ള നോട്ടുകൾ ഉണ്ടാക്കുക, അല്ലെ? ഒരേപോലെ ഇരിക്കും. പിന്നെ പല സർട്ടിഫിക്കറ്റുകൾ, ഫോർജ്ഡ് ഡോക്യുമെന്റുകൾ എന്നൊക്കെ പറയുന്നത്, അല്ലെ? അപ്പൊ ഇതിനൊക്കെയാണ് കൗണ്ടർഫീറ്റ് ചെയ്യുക. കൗണ്ടർഫീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തെ മറ്റൊരു സാധനത്തെ പോലെ ആക്കി മാറ്റുക. ഫോർ വാട്ട് ഇന്റൻഷൻ? എന്ത് ഇന്റൻഷനോട് കൂടിയിട്ട്? അത് മറ്റൊരാളെ വഞ്ചിക്കണമെന്ന, ഡിസെപ്ഷൻ ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കൗണ്ടർഫീറ്റ്. ഓക്കെ ആണല്ലോ? 2 clause 4 ആണ്. ഇനി അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് 2 clause 8 ആണ്. 2 clause 8. ഡോക്യുമെന്റ് എന്നാൽ എന്താണ്? ഡോക്യുമെന്റ് എന്നാൽ എന്താണ്? പഠിച്ചു വയ്ക്കുക. ഡോക്യുമെന്റ് മീൻസ് എനി മാറ്റർ എക്സ്പ്രസ്ഡ് ഓർ ഡിസ്ക്രൈബ്ഡ് അപ്പോൺ എനി സബ്സ്റ്റൻസ് മീൻസ് ഓഫ് ലെറ്റേഴ്സ്. അതായത് നമ്മൾ മറ്റൊരു എന്താ പറയാ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രേഖയെ ആണ് ഡോക്യുമെന്റ് എന്ന് വിളിക്കുന്നത്. എന്ത് ടൈപ്പ് ഓഫ് രേഖകൾ, ഏതൊക്കെ രേഖകൾ ഡോക്യുമെന്റ് ആയിട്ട് വരാം? ഒരുപാട് കാര്യങ്ങളുണ്ട്. ലെറ്റേഴ്സ് ആവാം, അക്ഷരങ്ങളാവാം, ഫിഗേഴ്സ് അഥവാ അക്കങ്ങൾ, അല്ലെ? ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ. ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ അക്കങ്ങളാവാം. ഇനി മാർക്കുകളായിരിക്കാം കേട്ടോ, അതായത് അടയാളങ്ങൾ. ഓർ ബൈ മോർ ദാൻ വൺ ഓഫ് ദോസ് മീൻസ്. ഇതിന്റെ എല്ലാം കൂട്ടിച്ചേർക്കലുകൾ, അല്ലെ? അക്കങ്ങളുടെയും വാക്കുകളുടെയും എല്ലാം അക്ഷരങ്ങളുടെയും എല്ലാം കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു രൂപം, അതെല്ലാം എന്ത് തന്നെയാണ്? ഡോക്യുമെന്റ് ആണ്. ബൈ മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് ഇലക്ട്രോണിക് ആൻഡ് ഡിജിറ്റൽ റെക്കോർഡ്. അവിടെ എന്തുകൂടി വന്നു? ഇലക്ട്രോണിക് ഡിജിറ്റൽ റെക്കോർഡുകളും ഡോക്യുമെന്റ് ആണ്, രേഖയാണ് എന്ന് പറയുന്നത്. രേഖ എന്ന് പറഞ്ഞാൽ എന്താ? അക്ഷരങ്ങള്, അക്കങ്ങള്, അതുപോലെ തന്നെ പിന്നെന്താണ്? അടയാളങ്ങള്, പിന്നെന്താണ്? ഇലക്ട്രോണിക് ഡിജിറ്റൽ റെക്കോർഡുകൾ. ഇതെല്ലാം അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം കൂട്ടം, അല്ലെ? ഓരോ അക്ഷരമല്ല, ഈ അക്ഷരങ്ങളെല്ലാം എഴുതി ചേർക്കുമ്പോൾ വലിയൊരു ഡോക്യുമെന്റ് ആയി മാറും, ഒരു രേഖയായി മാറും. മനസ്സിലായോ? ഇതിനെയാണ് ഡോക്യുമെന്റ് എന്ന് വിളിക്കുന്നത്. ഇതിനെല്ലാം എവിടെയാ ഡോക്യുമെന്റ് ആവുന്നത്? ഇതെല്ലാം എവിഡൻസിനായിട്ട്, മനസ്സിലായി? ഇതെല്ലാം എവിഡൻസിനായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഇതെന്തായി മാറുന്നത്? ഒരു രേഖയായിട്ട് മാറുന്നത്. മനസ്സിലായി? എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇതിനെ എന്താ പറയാ, ഒരു മറ്റൊരു കാര്യം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ? മറ്റൊരു എന്തെങ്കിലും സംഭവം അത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രേഖകൾ. ആ രേഖകളെയാണ് നമ്മളിവിടെ ഈ ഒരു ആക്ടിന്റെ അണ്ടറിൽ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സിമ്പിൾ ആണ്, അത് പഠിച്ചു വെക്കാം, വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഡെഫിനിഷൻ ക്ലോസ് എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാൻ കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള കാര്യം. കാരണം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രം വേറെ ഒന്നുമില്ല. ചെറിയൊരു വാക്ക്, ആ വാക്കിന്റെ അർത്ഥം ഇത് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരുപാട് പ്രാവശ്യം വായിച്ചു നോക്കണം. ഈ ബെയർ ആക്ട് കിട്ടിക്കഴിഞ്ഞാല്, ഇതിന്റെ നോട്ട് കിട്ടിക്കഴിഞ്ഞാല് നിങ്ങൾ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഇന്നർ മീനിങ്ങുകൾ മനസ്സിലാവും. ഓക്കെ ആണല്ലോ? പറഞ്ഞു തരാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്യാം? പറഞ്ഞു തരാം കേട്ടോ. സോ 2 clause 8 എന്ന് പറയുന്നത് ഡോക്യുമെന്റിനെ കുറിച്ച് പറയുന്നു. ഈ 2 clause 13 പഠിക്കാൻ പറയുന്നുണ്ട്. 2 clause 13. 2 clause 13 എവിടെ വരുന്നത്? ഹാർബർ എന്ന് പറയുന്ന വേർഡാണ്. എന്താണ് ഹാർബർ? ഹാർബർ എന്ന് പറഞ്ഞാൽ എന്താ? ഹാർബർ എന്ന് പറഞ്ഞാൽ ഹാർബർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അഭയം കൊടുക്കുക എന്നുള്ളതാണ്. അഭയം കൊടുക്കുക, ഒരു സംഭവത്തിന് അഭയം കൊടുക്കുക. എന്ത് അഭയം കൊടുക്കല ഹാർബറിംഗ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നോക്കാം നമുക്ക്. ഇൻക്ലൂഡ്സ് സപ്ലൈയിങ് എ പേഴ്സൺ വിത്ത് ഷെൽട്ടർ, ഫുഡ്, ഡ്രിങ്ക്, മണി, ക്ലോത്ത്സ്, arms, ammunition, or means of conveyance, or the assisting a person by any means, whether of the same kind as those enumerated in this clause or not, to evade apprehension. അതായത് അഭയം നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ കൊടുക്കുക. എന്തൊക്കെയാ കൊടുക്കുന്നത്? മറ്റേ നമുക്ക് ഭക്ഷണം കൊടുക്കാം, അല്ലെ? എന്താ കൊടുക്കുന്നത്? ഫുഡ് കൊടുക്കാം, ഡ്രിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഷെൽട്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ അഭയം കൊടുക്കുക, താമസ സൗകര്യം കൊടുക്കുക, പാനീയങ്ങൾ കൊടുക്കുക, പണം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക. ആംസ് എന്ന് പറഞ്ഞാൽ എന്താ? ആംസ് എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ കൊടുക്കുക, അല്ലെ? അമ്യൂണേഷൻ എന്ന് പറയുന്ന എന്താ?
എന്താ പറയാ മരുന്നുകൾ അല്ലെ, വെടിമരുന്നുകൾ കൊടുക്കുക, അല്ലെങ്കിൽ ബൈ മീൻസ് ഓഫ് കൺവെയൻസ് എന്ന് പറഞ്ഞാൽ വാഹന മാർഗങ്ങൾ കൊടുക്കുക, അതായത് യാത്ര ചെയ്യാനുള്ള മാർഗങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കുക എന്നീ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു വ്യക്തിക്ക് കൊടുക്കുന്നു. ആര് കൊടുക്കുന്നു? മറ്റൊരു വ്യക്തി കൊടുക്കുന്നു. അതിനെയാണ് എന്ത് ചെയ്യാൻ പറയാ, അഭയം കൊടുക്കുക അല്ലെങ്കിൽ ഹാർബർ ചെയ്യുക എന്ന് പറയാ. എന്തിനാണ് ഇത് കൊടുക്കുന്നത്? ആ ഒരു വ്യക്തിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ അഭയം കൊടുക്കുന്നത്. മറ്റൊരാളുടെ അപ്രഹെൻഷൻ തടയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ വസ്ത്രം കൊടുക്കുക, പാനീയം കൊടുക്കുക, താമസ സൗകര്യം കൊടുക്കുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ആയുധങ്ങൾ കൊടുക്കുക, ഇതെല്ലാം ആണ് ഹാർബർ എന്നുള്ള വേർഡ് മീനിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് 2 clause 13. അത് കഴിഞ്ഞ് 2 clause 14 ആണ് എന്താണ് ഇഞ്ചുറി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ ഒരു മുറിവ് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും പരിക്ക് ആണ്. മലയാളത്തിൽ പരിക്ക് എന്നാണ് പറയാ. എന്ത് പരിക്കിനെയാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരുന്നത്? എന്താണ് പരിക്ക്? പരിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മീൻസ് എനി ഹാം വാട്ട് എവർ ഇല്ലീഗലി കോസ് ടു എനി പേഴ്സൺ. നിയമപരമല്ലാതെ, മനസ്സിലായോ? നിയമപരമല്ലാതെ ഇല്ലീഗലി കോസ് ചെയ്യാണ്, നിയമവിരുദ്ധമായിട്ട് ഒരാൾക്ക് സംഭവിക്കുന്ന പരിക്കിനെയാണ് എന്ത് ചെയ്യുന്ന, ഒരു ഹാമിനെയാണ് എന്ന് പറയുന്നത് ഇഞ്ചുറി, പരിക്ക് എന്ന് പറയുന്നത്. അത് എനി പേഴ്സൺ ഇൻ ബോഡി, മൈൻഡ്, റെപ്യൂട്ടേഷൻ ഓർ പ്രോപ്പർട്ടി. 4 തരത്തിൽ ഇഞ്ചുറി വരാം. ഇഞ്ചുറി എങ്ങനെയൊക്കെ വരാം? ഒന്നിലോ പേഴ്സൺ, ബോഡിയിലെ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യാം, ഇഞ്ചുറി വരാം. അല്ലെങ്കിൽ മൈൻഡില്, മാനസികമായിട്ട് എന്ത് ചെയ്യാം, മാനസികമായിട്ടുള്ള ഇഞ്ചുറി സംഭവിക്കാം. കാരണം ഒരാളെ മാനസികമായിട്ട് നമ്മൾ എന്തെങ്കിലും ബൈ വേർഡ്സോ ഒക്കെ നമ്മൾ പറയുന്ന സമയത്ത് എന്ത് ചെയ്യാം, മാനസികമായിട്ടുള്ള പരിക്കുകൾ സംഭവിച്ചേക്കാം. ശരിയല്ലേ? ഈ മൂന്നാമത് പറയുന്ന കാര്യം എന്താ? മൂന്നാമത്തെ കാര്യം റെപ്യൂട്ടേഷൻ. ഒരാളെ നമ്മൾ ഡിഫെയിം ചെയ്യുന്നു, ഡിഫോമേഷൻ നടത്തുക അല്ലെ, ഒരാളെ അപകീർത്തിപ്പെടുത്തുന്നു അല്ലെ, സമൂഹത്തിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു, മോശമായിട്ട് പറയുന്നു. അപ്പൊ അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നു അല്ലെ, റെപ്യൂട്ടേഷനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ അഭിമാനത്തെ ബാധിക്കുന്ന വിഷയം അല്ലെ, അഭിമാനം. അല്ലെങ്കിൽ പ്രോപ്പർട്ടി, അവരുടെ സ്വത്തുക്കളെ ബാധിക്കുന്ന തരത്തിലുള്ള എന്ത് ചെയ്യുന്നു, ഇഞ്ചുറി. അവരുടെ സ്വത്തുക്കൾക്ക് ഇഞ്ചുറി വരുത്താം. ഇതിനൊക്കെ ഇഞ്ചുറിയാണ്. അത് ചിലപ്പോൾ മതിൽ പൊളിച്ചു കളയാം, അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ഒരു കഷ്ണം പൊളിച്ചു കളയാം, അല്ലെങ്കിൽ വീട്ടിലേക്ക് നിൽക്കുന്ന ഒരു മരം വെട്ടിക്കളയാം അല്ലെ, അല്ലെങ്കിൽ സ്വത്ത് കയ്യേറി വെക്കുക, അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തായി, സ്വത്തിന് ഇഞ്ചുറി വരിക, അല്ലെങ്കിൽ വീടിനകത്തേക്ക് എന്ത് ചെയ്യുക, ട്രസ്പാസ് ചെയ്യുക, ക്രിമിനൽ ട്രസ്പാസ് എന്ന് പറയും. അപ്പൊ അതെല്ലാം എന്തായി, ഇഞ്ചുറി. നമ്മുടെ കയ്യിലിരിക്കുന്ന പേന മറ്റൊരാൾ തെഫ്റ്റ് അല്ലെ, അടിച്ചു മാറ്റുക. അപ്പൊ ആ പ്രോപ്പർട്ടിക്കാണ് എന്ത് ചെയ്യുന്നത്, ഇഞ്ചുറി സംഭവിക്കുന്നത്. ശരിയല്ലേ? ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതിനാണ് ഇഞ്ചുറി എന്ന് 2 clause 14 പറയുന്നത്. ഇനി പഠിക്കാനുള്ളത് 2 clause 28 ആണ്. ഇത് ഞാൻ കാര്യമായിട്ട് പഠിപ്പിച്ച് തരാൻ ഉദ്ദേശിക്കുന്നില്ല. 2 clause 28 അങ്ങനെ കാണാപ്പാഠം പഠിക്കൊന്നും വേണ്ട. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വായിക്കുക, ഒരുപാട് പ്രാവശ്യം വായിക്കുക. എന്താണ് പബ്ലിക് സർവന്റ് എന്നാ പറയുന്നത്? പബ്ലിക് സർവന്റ് മീൻസ് ഹൂ എന്നുള്ളതാണ്. ജസ്റ്റ് വായിക്കുക. ഓപ്ഷൻസിനകത്ത് ഇതിൽ നിന്നുള്ള വേർഡുകൾ തന്നെയായിരിക്കും ഉണ്ടാവുക. കുറെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് പബ്ലിക് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ പബ്ലിക് സർവൻസ് എന്ന് ഒരുപാട് കാര്യങ്ങളിൽ പറയുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് വായിച്ചു പോവാം. ആരൊക്കെയാണെന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവാം. അതിനുശേഷം ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ നിൽക്കണില്ല. റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറിംഗ് ആവുകയുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അത് റിവൈസ് ചെയ്ത് ഒരുപാട് പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഇത്രേ ഉള്ളൂ. കാണാപ്പാഠം പഠിക്കേണ്ടതൊന്നും ഇതൊന്നും കാണാപ്പാഠം പഠിക്കാനുള്ളതല്ല. പബ്ലിക് സർവന്റ് ആരാണെന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി മാത്രമുള്ള സെക്ഷനായിട്ട് മനസ്സിലാക്കുക. ഓക്കെ. 2 clause 28. പബ്ലിക് സർവന്റ് മീൻസ് എ പേഴ്സൺ ഫോളിങ് അണ്ടർ എനി ഓഫ് ദ ഡിസ്ക്രിപ്ഷൻ, നെയിംലി താഴെ പറയുന്നതിനകത്തുള്ള ആൾക്കാരെല്ലാം എന്താണ്, പബ്ലിക് സർവന്റുകളാണ് എന്ന് പറയുന്നു. ആരൊക്കെയാണ്? എവറി കമ്മീഷൻഡ് ഓഫീസർ ഇൻ ദ ആർമി, നേവി, എയർഫോഴ്സ്. അതായത് ആർമി, നേവി, എയർഫോഴ്സ്, കരസേന, നാവികസേന, വ്യോമസേന, ഇതിനകത്തുള്ള ആൾക്കാരെല്ലാം എന്താണ്, പബ്ലിക് സർവന്റ് ആണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇനി എവറി ജഡ്ജ് ഇൻക്ലൂഡിംഗ് എനി പേഴ്സൺ എംപവർഡ് ബൈ ലോ ടു ഡിസ്ചാർജ് വെദർ ബൈ ഹിംസെൽഫ് ഓർ ആസ് എ മെമ്പർ ഓഫ് എനി ബോഡി ഓഫ് പേഴ്സൺ എനി അഡ്ജുഡിക്കേറ്ററി ഫംഗ്ഷൻ. ഏതെങ്കിലും ഒരു വിധി പ്രഖ്യാപനം, അഡ്ജുഡിക്കേറ്ററി ആയി ബന്ധപ്പെട്ട ഒരു എന്താ പറയാ, നീതിന്യായവുമായി ബന്ധപ്പെട്ട് വിധി പറയേണ്ട ആൾക്കാര്, അതിനു വേണ്ടിയിട്ടുള്ള ജഡ്ജസ്, അതിനു വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയിട്ടുള്ള വ്യക്തികൾ, ഇവരെല്ലാം പബ്ലിക് സർവന്റ് ആണ് എന്നാ പറയുന്നുള്ളൂ. അടുത്തത് എവറി ഓഫീസർ ഓഫ് എ കോർട്ട്, കോടതിക്കകത്തുള്ള എല്ലാ ഓഫീസർമാരും, ആൻഡ് ഇൻക്ലൂഡിംഗ് എ ലിക്വിഡേറ്റർ, റിസീവർ, കമ്മീഷണർ. അപ്പൊ ലിക്വിഡേറ്റർ, റിസീവർ, കമ്മീഷണർ ഇതിനൊന്നും കാണാപ്പാഠം പഠിക്കണ്ട. ഇത് കമ്മീഷൻ വെക്കുന്നു. കോടതി ഒരു വ്യക്തിയെ എന്ത് ചെയ്യുന്നു, കമ്മീഷനായിട്ട്. ഇപ്പൊ നിങ്ങൾ പലപ്പോഴും കണ്ടത് ജപ്തി ചെയ്യാൻ, വീട് ജപ്തി ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു അഡ്വക്കേറ്റ് കമ്മീഷണർ ആയിട്ട് വെക്കും. നമ്മുടെ സർഫാസി ആക്ട് പ്രകാരമാണ്. അപ്പൊ ആ കമ്മീഷൻ അഡ്വക്കേറ്റ് കമ്മീഷണർ എന്നാ വിളിക്കുന്നത്. അല്ലെങ്കിൽ സർവേ നടത്താൻ പോകുന്ന സമയത്ത് ഒരു ഭൂമി സർവേ നടത്തണം. അപ്പോൾ കോടതിക്ക് പകരം ഒരു വ്യക്തിയെ വിടും, ഒരു അഡ്വക്കേറ്റിനെ ചിലപ്പോൾ വിടും. അദ്ദേഹത്തെ അഡ്വക്കേറ്റ് കമ്മീഷണർ എന്നാ വിളിക്കുക.
മനസ്സിലായി? അതിനാണ് കമ്മീഷണർ. അതുപോലെ ഇൻസോൾവൻസി പെറ്റീഷൻ ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല, എന്നാലും പറയാണ്. ചില സമയത്ത് നമ്മുടെ കടബാധ്യതകൾ ഒരുപാട് വരുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു, പാപ്പരത്വം പ്രൂവ് ചെയ്യുന്ന രീതിയിൽ ഇൻസോൾവൻസി പെറ്റീഷൻസ് ഒക്കെ ചിലപ്പോൾ കൊടുത്തേക്കാം. അങ്ങനെ കൊടുക്കുന്ന സമയത്തും എന്തുണ്ടാവാം, നമ്മുടെ ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട പ്രോപ്പർട്ടിയിൽ നിന്നുള്ള വരുമാനങ്ങൾ റിസീവ് ചെയ്യാൻ ഒരു റിസീവറെ വേണമെങ്കിൽ വെച്ചേക്കാം കോടതിക്ക്. അങ്ങനെയുള്ള റിസീവർ, ലിക്വിഡേറ്റർ, കമ്മീഷണർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ CPO എക്സാമിന്റെ പുറകിൽ വരില്ല എന്നുള്ളത് കൊണ്ട് തിരിച്ചു വരികയാണ് നമ്മൾ. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആൾക്കാര് ഓക്കെ, അതൊക്കെ എന്താണ് നമ്മുടെ ഈ ഒരു പബ്ലിക് സർവന്റ് എന്നുള്ള പേരിൽ വരും. അതുപോലെ ഡി പറയുന്നു, ഇതൊന്നും ABCDEFG എന്നൊന്നും കാണാപ്പാടം പഠിക്കണ്ട കേട്ടോ. അടുത്ത ആളാരാണ്? അസസർ, എ മെമ്പർ ഓഫ് പഞ്ചായത്ത് അസിസ്റ്റിംഗ് എ കോർട്ട് ഓർ പബ്ലിക് സർവന്റ്. കോടതിയോ പബ്ലിക് സർവന്റിനെയോ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു പഞ്ചായത്തിലെ മെമ്പർ, അതുപോലെ തന്നെ അസസർ എന്ന് പറയുന്ന ആള്, അങ്ങനെ തുടങ്ങി ആർബിട്രേറ്റർ, മധ്യസ്ഥൻ, ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള മധ്യസ്ഥൻ. പിന്നെ എവരി പേഴ്സൺ ഹു ഹോൾഡ്സ് എനി ഓഫീസ് വിച്ച് ഓഫ് വിച്ച് ഹീസ് എംപവർഡ് ടു റിപ്ലേസ് ഓർ കീപ് എനി പേഴ്സൺ ഇൻ കൺഫൈൻമെന്റ്, ഒരാളെ തടഞ്ഞു വെക്കാൻ അധികാരമുള്ള ഒരു വ്യക്തി. അങ്ങനെ തുടങ്ങി ഒരുപാട് പേരുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു പബ്ലിക് സർവന്റ് എന്നുള്ളതിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ വായിച്ചാൽ മാത്രം മതി കേട്ടോ. ഇതെല്ലാം നമ്മൾ വായിച്ച് വെറുതെ സമയം കളയുക എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. പബ്ലിക് സർവന്റ് എന്നുള്ള മീനിങ്ങിൽ ആരൊക്കെ വരാം? പബ്ലിക്കിന് വേണ്ടി സെർവ് ചെയ്യുന്ന എല്ലാവരും വരുമെന്ന് വളരെ സിമ്പിൾ വേർഡ്സിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഇതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് പഠിക്കുക എന്നുള്ളത്. അല്ലാതെ ഇത് കാണാപ്പാടം പഠിച്ചിട്ട് ബാക്കി സെക്ഷൻസിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രേ ഉള്ളൂ. 2 clause 28 പബ്ലിക് സർവന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് കുറെ പേരുണ്ട്. ജസ്റ്റ് വായിച്ചു പോവുക, ഒരു 3-4 പ്രാവശ്യം വായിക്കുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, കാണാപ്പാടം പഠിക്കാൻ നിൽക്കണ്ട. അപ്പോൾ 2 clause 28 കഴിഞ്ഞു. അപ്പൊ സിലബസിനകത്ത് അത് കഴിഞ്ഞാൽ 3 clause 5 ആണ്. നിങ്ങൾ വിചാരിക്കരുത് ഇത് ഇങ്ങനെ പോയോ, ഈ ഒരു സെക്ഷൻ മാത്രം അങ്ങനെ പോകുന്നുള്ളൂ കേട്ടോ. കാരണം അത് അത്രയും റെലവൻസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 3 clause 5 ആണ്. നമ്മുടെ സിലബസിനകത്ത് സെക്ഷൻ 3 clause 5 ആണ് വരുന്നത്. നമുക്ക് നോക്കാം. 3 clause 5 എന്ന് പറയുന്നത് എവിടെ വരുന്നു? ഇത് സെക്ഷൻ 3 ആണ്. സെക്ഷൻ 3 ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. 1 സെക്ഷൻ 3 clause 1, സെക്ഷൻ 3 clause 2, 3, 4, 5. സെക്ഷൻ 3 clause 5 ആണ് പറയുന്നത്. സെക്ഷൻ 3 clause 5 എന്താണത്? When a criminal act is done by several persons, ഒരു ക്രിമിനൽ ആക്ട്, ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരു കാര്യം ഒന്നിലധികം ആൾക്കാര്, കുറെ പേര് ചേർന്ന് ഒരുമിച്ച് ചെയ്യുന്നു. മനസ്സിലായി? ഒരു പൊതുവായിട്ട് എന്ത് ചെയ്യുന്നു, കുറച്ച് പേര് കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു കുറ്റം ചെയ്യുന്നു. മനസ്സിലായി? ഒരു ക്രിമിനൽ കുറ്റം ചെയ്യുന്നു. ഇൻ ഫർദറൻസ് ഓഫ് ദ കോമൺ ഇന്റൻഷൻ ഓഫ് ഓൾ, ഇവരുടെ എല്ലാവരുടെയും ഉദ്ദേശം ഒന്നാണ്, കോമൺ ആണ്. അപ്പൊ കുറച്ച് പേര് ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ക്രിമിനൽ ആക്ട് ചെയ്യുന്നു. ആ ചെയ്യുന്ന ആ കൂട്ടത്തിലുള്ള എല്ലാവരുടെയും ഉദ്ദേശം, ഇന്റൻഷൻ എന്ന് പറയുന്നത് കോമൺ ആണ്. ഒരാളെ കൊല്ലാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ കൊല്ലാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് കൊല്ലുന്ന, കത്തി കൊണ്ട് കുത്തുന്ന ആള് മാത്രമല്ല, അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു, പ്ലാൻ ചെയ്ത് ചിലപ്പോൾ പുറത്ത് കാത്തു നിന്ന്, അല്ലെ, മറ്റേ സിഗ്നൽ കൊടുക്കാനായിട്ട് അയാളെ കൊല്ലണം എന്നുള്ള ഉദ്ദേശം എനിക്കുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, സിഗ്നൽ കൊടുക്കുന്നു, ആള് എത്തിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് വിളിച്ചു പറയും. അത്രേ ഞാൻ ചെയ്തുള്ളൂ. സിനിമയിൽ പറയുന്ന പോലെ അത്രേ ഞാൻ ചെയ്തുള്ളൂ. പക്ഷെ ആൾ എന്ത് ചെയ്തു, ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്രിമിനൽ ആക്ട് എന്താണോ അതിലെ ഒരു മെമ്പറായി മാറി. ശരിയല്ലേ? കോമൺ ഇന്റൻഷൻ ആൾക്കുണ്ട്, ഇയാളെ കൊല്ലണം എന്നുള്ളത് തന്നെയാണ് അയാളുടെ ഉദ്ദേശം. കത്തിയോണ്ട് കുത്തിയില്ല എന്ന് മാത്രം. ക്ലിയർ അല്ലേ? ശരി. അപ്പോ എന്ത് പറയുന്നു? when a criminal act is done by several persons in furtherance of the common intention of all, each of the such person is liable for that act in the same manner as if it were done by him alone. എന്താ മനസ്സിലായത്? അതായത് ഒരാള് കൊല്ലണമെന്ന ഉദ്ദേശം, ഒരു 10 പേരുണ്ട്, നമ്മൾ 10 പേരും കൂടിയിട്ട് എന്ത് തീരുമാനിക്കണം, ഒരാളെ കൊല്ലണം. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിലെ ഒരാളെ മാത്രം പറഞ്ഞുവിടാണ് കൊല്ലം, കത്തി ഏൽപ്പിച്ച്. അപ്പോ അതിൽ രണ്ടാമത്തെ ഒരാള് കത്തി പോയി വാങ്ങിയിട്ട് വന്നു ഇതിനു വേണ്ടിയിട്ട്. മൂന്നാമത്തെ ആളുടെ കയ്യിൽ കൊടുത്ത്, ആ മൂന്നാമത്തെ ആളാണ് ഒന്നാമത്തെ ആളുടെ കയ്യിൽ കത്തി വെച്ച് കയ്യിൽ വെച്ച് കൊടുക്കുന്നത്. നാലാമത്തെ ആളാണ് എന്ത് പറയുന്നത്, ഒരു 4-5 ആൾക്കാർ ബൈക്കിൽ പോയിട്ടാണ് ഇയാളെ അവിടേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ കാറിൽ കൊണ്ടുപോയിട്ടാണ് എത്തിക്കുന്നത്. ഒരു 7ാമത്തെ ആള് അവിടെ കവാടത്തിന്റെ വഴിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ആള് ഓഫീസിൽ കൊല്ലേണ്ട ആള് ഓഫീസിൽ തിരിച്ചെത്തിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. 8ാമത്തെ ആള് ആണ് ഈ ഫോം വിളിച്ച് 7ാമത്തെ ആളോട് ചോദിച്ച് ഈ പറയുന്ന 1ാമത്തെ ആളോട് പറഞ്ഞു കൊടുക്കുന്നത്, ഇന്നാള് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലെ? 9ഉം 10ഉം ആൾക്കാരും എന്ത് ചെയ്യുന്നു, ഇയാൾക്ക് വഴി കാണിച്ചു കൊടുക്കാനായിട്ട് ഇങ്ങനെ ചെല്ലുന്നു. അപ്പൊ 10 പേരുണ്ട്. 10 പേരിൽ പക്ഷെ 1ാമത്തെ ആള് മാത്രമാണ് കത്തിയെടുത്ത് കുത്തുന്നത്. കൊന്നതാരാ? 1ാമത്തെ ആള്. പക്ഷെ ഈ 10 പേർക്ക് എന്ത് ഇന്റൻഷൻ ഉണ്ട്? കോമൺ ഇന്റൻഷൻ ഉണ്ട് ഇയാളെ കൊല്ലണം എന്നുള്ളത്. 10 പേരും പല വിധത്തിൽ പല കാര്യങ്ങൾ ചെയ്തു, പക്ഷെ കൊന്നത് ഒരാളാണ്.
അത് വിചാരിച്ചിട്ട് നമുക്ക് കൊലപാതക കുറ്റം ഒരാൾക്കെതിരെ മാത്രമാണോ? അല്ല, 10 പേർക്കെതിരെ കിട്ടും. ക്ലിയർ ആയോ പറഞ്ഞത്? അതാണ് ഈ സെക്ഷന്റെ റെലവൻസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സെക്ഷൻ. സെക്ഷൻ 3 clause 5. സെക്ഷൻ 3 clause 5 എന്താ പറയുന്നത്? കോമൺ ഇന്റൻഷനകത്ത് കുറെ ആൾക്കാർ, സെവറൽ പീപ്പിൾ ഒരു ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ആക്ട് എന്ന് പറയുന്നത് എല്ലാവരും ഇൻഡിവിജ്വലി ചെയ്തതുപോലെ, അതായത് വെറുതെ ഫോം വിളിച്ച് പറഞ്ഞ ആളാണെങ്കിൽ പോലും അയാള് മറ്റു വ്യക്തിയെ കൊന്ന ആളെ കുത്തിയതുപോലെ തന്നെ കൺസിഡർ ചെയ്യണം. ആ കുത്തിയ ആ ഒരു ആക്ട് ഉണ്ടല്ലോ, കൊലപാതകം എന്ന് പറയുന്ന ആക്ട്, ഈ 10 പേരും ഇൻഡിവിജ്വലി ഒറ്റയ്ക്ക് ചെയ്തു എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാമെന്നാണ് സെക്ഷൻ 3 clause 5 പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇങ്ങനത്തെ സെക്ഷൻസ് വരുമ്പോൾ ഇങ്ങനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയേണ്ട സെക്ഷൻസ് വരുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു പോകാം. 2 clause 28 അങ്ങനെ പറയാൻ മാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളോട് വായിക്കാൻ പറയുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. സെക്ഷൻ 3 clause 5 കഴിഞ്ഞു. ഇത് സെക്ഷൻ 4 ആണ്. സെക്ഷൻ 4-നകത്ത് എന്താ പറയുന്നത്? സെക്ഷൻ 4 പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെ ടൈപ്പ് ഓഫ് പണിഷ്മെന്റുകൾ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. എന്തൊക്കെ? അപ്പൊ ചാപ്റ്റർ 2ലേക്ക് കടന്നു. ചാപ്റ്റർ 1 എന്ന് പറയുന്നത് സെക്ഷൻ 1 മുതൽ 4 വരെയാണ് ചാപ്റ്റർ 1 എന്ന് പറയുന്നത്. ചാപ്റ്റർ 2ലേക്ക് കടക്കുകയാണ്. ചാപ്റ്റർ 2 എന്ന് പറയുന്നു സെക്ഷൻ 4 എന്ന് പറയുന്നത് ആദ്യം പഠിക്കും. ഓക്കെ, സെക്ഷൻ 4 എന്ത് പഠിക്കണം? സെക്ഷൻ 4 ടൈപ്സ് ഓഫ് പണിഷ്മെന്റ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് പണിഷ്മെന്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. നോക്കൂ, ആദ്യത്തെ പണിഷ്മെന്റ് ഡെത്ത്. നമുക്കറിയാം ഡെത്ത് എന്ന് പറയുന്നത്, ഡെത്ത് പെനാൽറ്റി അല്ലെ, ക്യാപിറ്റൽ പണിഷ്മെന്റ് അഥവാ ഡെത്ത് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പണിഷ്മെന്റ് അല്ലെ, അത് മരണം. രണ്ടാമത്തെ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് എന്ന് പറയുന്നത് ആജീവനാന്തം. ആജീവനാന്തം തടവിനെയാണ് ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് എന്ന് പറയുന്നത്. ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്, ആജീവനാന്ത തടവ് ശിക്ഷ കേട്ടോ. അതിനാണ് ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്. രണ്ടെണ്ണമായി, ഡെത്ത് ആയി, ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് ആയി. സി എന്ന് പറയുന്നത് ഇംപ്രിസൺമെന്റ് തന്നെ ഫോർ ലൈഫ് അല്ല, ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്ക്. അതിനെ രണ്ടായിട്ട് തിരിക്കാം. വൺ ഈസ് റിഗറസ് ഇംപ്രിസൺമെന്റ്, രണ്ടാമത്തെ സിമ്പിൾ ഇംപ്രിസൺമെന്റ്. റിഗറസ് എന്ന് പറഞ്ഞാൽ കഠിനമായത്, അത് വിത്ത് എന്തായിരിക്കാം? വിത്ത് ഹാർഡ് ലേബർ എന്ന് പറയും അല്ലെ. കൂടുതൽ വലിയ ലേബറുകൾ അവർക്ക് എന്ത് ചെയ്യാം? ഹാർഡ് ലേബറുകൾ കൊടുത്തുകൊണ്ടുള്ള റിഗറസ് ഇംപ്രിസൺമെന്റ് ആണ് ആദ്യത്തെ ഇംപ്രിസൺമെന്റ്. രണ്ടാമത്തെ ലളിതമായ ഇംപ്രിസൺമെന്റ്, ലളിതം അല്ലെങ്കിൽ സിമ്പിൾ ഇംപ്രിസൺമെന്റ് ആണ് രണ്ടാമത്തെ. ഓക്കെ ആണല്ലോ? അപ്പോ 3 എണ്ണമാണ് സാധാരണയായിട്ട് ഏറ്റവും വലിയ പണിഷ്മെന്റുകളായിട്ട് കാണുന്ന 3 എണ്ണമാണ്. ഒന്ന് ഡെത്ത്, പിന്നെ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്, ഇംപ്രിസൺമെന്റ്. ആ ഇംപ്രിസൺമെന്റിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, റിഗറസും ഉണ്ട്, സിമ്പിളും ഉണ്ട്. 3 പണിഷ്മെന്റ് ആയി. ഏതൊക്കെയാണ്? ഡെത്ത്, ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്, ഇംപ്രിസൺമെന്റ്. ക്ലിയർ ആണല്ലോ? ഇനി നാലാമത്തെ എന്ന് പറയുന്നത് ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി, സ്വത്ത് കണ്ടുകിട്ടുക. ഓക്കെ, സ്വത്ത് കണ്ടുകിട്ടുക, ഇതിനാണ് ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതൊരു തരം ശിക്ഷയാണ്. അടുത്ത ഫൈൻ എന്ന് പറയുന്നതാണ്. പിഴ അഥവാ ഫൈൻ. നമ്മൾ നോർമലി പലപ്പോഴും കണ്ടിട്ടുണ്ടാവും അല്ലെ, ഈ പറഞ്ഞ ഹെൽമെറ്റ് വെക്കാതെ ഫൈൻ അടയ്ക്കുക. അതൊരു പിഴയാണ്, ഒരു ശിക്ഷയാണ് അല്ലെ. അപ്പൊ BNS പ്രകാരമുള്ള ഒരു ശിക്ഷയാണ് പിഴ അഥവാ ഫൈൻ. അടുത്ത കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്ന, കമ്മ്യൂണിറ്റി സേവനം എന്ന് പറയുന്നത്, അത് പല ആക്ടുകൾക്കകത്തും പറയുന്നുണ്ട്, BNSനകത്തും പല ഭാഗങ്ങളും പറയുന്നുണ്ട്. കമ്മ്യൂണിറ്റി സേവനം നടത്തുക എന്നുള്ളത് ഒരു എന്തായിട്ട് വന്നിട്ടുള്ള ഒരു പണിഷ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോ എത്ര പണിഷ്മെന്റുകൾ ഉണ്ട്? 1, 2, 3, 4, 5, 6 പണിഷ്മെന്റ് ആണ് BNSൽ പറയുന്നത്. പഠിച്ചു വെക്കുക, 6 തരം പണിഷ്മെന്റുകൾ ഉണ്ട്. ഡെത്ത്, ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്, ഇംപ്രിസൺമെന്റ്, ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്വത്ത് കണ്ടുകിട്ടുക എന്ന് പറയുന്നത്, അടുത്ത പിഴ അഥവാ ഫൈൻ എന്ന് പറയുന്നത്, അടുത്തെന്താ? കമ്മ്യൂണിറ്റി സർവീസ് അഥവാ കമ്മ്യൂണിറ്റി സേവനം എന്ന് പറയുന്നത്. ഇത്രയാണ് സെക്ഷൻ 4-നകത്ത് പഠിക്കാനുള്ളത്. ക്ലിയർ ആണല്ലോ? തെറ്റില്ലല്ലോ? ഓക്കെ അല്ലേ? യെസ്. അടുത്ത സെക്ഷൻ 11 ആണ് നമ്മുടെ സിലബസ് പറയുന്നത്. സെക്ഷൻ 11 ഇതെല്ലാം കാണാപ്പാടം പഠിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. നമുക്ക് ആവശ്യമുള്ളത് പഠിച്ചു പോവാം. ഓക്കെ, സെക്ഷൻ 11. സെക്ഷൻ 11 എന്താ പറയുന്നത്? സെക്ഷൻ 11 പറയുന്നത് whenever any person is convicted of an offense for which under this Sanhita, the court has a power to sentence him to rigorous imprisonment. The court may its sentence, ഇത്രയും പറഞ്ഞാൽ വേറെ ഒന്നും പറഞ്ഞില്ല. അതായത് ഒരാളെ ഒരു കേസ് കൺവിക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കുക. ഒരാളെ എന്ത് ചെയ്യുന്നു? ഒരു ശിക്ഷിക്കുന്നു. എന്ത് ടൈപ്പ് ഓഫ് ശിക്ഷ കൊടുക്കാം? കഠിന തടവ് കൊടുക്കാം അല്ലെ. കഠിന തടവ് വേണമെങ്കിൽ കൊടുക്കുന്ന ശിക്ഷയാന്ന് വിചാരിക്കാം. വെറും ഇംപ്രിസൺമെന്റ് അല്ല, റിഗ്രസ് ഇംപ്രിസൺമെന്റ്. സിമ്പിൾ ഇംപ്രിസൺമെന്റ് അല്ല, റിഗ്രസ് ആയിട്ട് ഇംപ്രിസൺമെന്റ് കൊടുക്കുകയാണ്, കഠിന തടവ്. അപ്പോ ആ സമയത്ത് കോടതിക്ക് അതിന്റെ സെന്റൻസിലെ, അതായത് എന്താണോ ഇതിന്റെ വിധി എന്ന് പറയുന്നത്, അതിനകത്ത് എന്ത് പറയാം? ഓർഡർ ദാറ്റ് ദ ഒഫൻഡർ ഷോൾ ബി കെപ്റ്റ് ഇൻ സോളിറ്ററി കൺഫൈൻമെന്റ്. അപ്പൊ സെക്ഷൻ 11 എന്തിനെ കുറിച്ച് പറയുന്നു? സോളിറ്ററി കൺഫൈൻമെന്റിനെ കുറിച്ച് പറയുന്നത്. ഏകാന്ത തടവ്. സോളിറ്ററി കൺഫൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഏകാന്ത തടവ്. അപ്പൊ ഒരാൾ മാത്രം ആ സെല്ലിനകത്ത്, ജയിലിനകത്ത് ഒരു സെല്ലിൽ ഒറ്റയ്ക്ക് കിടക്കുക, ഇതിനാണ് ഏകാന്ത തടവ്. പലപ്പോഴും ജയിലിനകത്ത് ഒന്നിലധികം പ്രതികൾ ഒരുമിച്ചാണ് കിടക്കാറ്. 5 10 പേരൊക്കെ ഒരുമിച്ച് കിടക്കേണ്ടി വരാറുണ്ട്. പക്ഷെ ഏകാന്ത തടവ് എന്ന് പറയുന്നത് സോളിറ്ററി കൺഫൈൻമെന്റ് ആണ്. അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? കോടതിക്ക് വിധിക്കാം. ഓക്കെ, സെന്റൻസിൽ പറയണം. ഓക്കെ, ഇനി
അത് എത്ര കാലത്തേക്ക്? ഫോർ എനി പോർഷൻ ഓർ പോർഷൻസ് ഓഫ് ദ ഇംപ്രിസൺമെന്റ് ടു വിച്ച് ഹി സെന്റൻസ് നോട്ട് എക്സീഡിങ് 3 months ഇൻ ദ ഹോൾ അക്കോർഡിംഗ് ടു ദ ഫോളോയിങ് സ്കെയിൽ നേംലി. ഇത് പല കാലഘട്ടങ്ങളിലായിട്ട് സോളിറ്ററി കൺഫൈൻമെന്റ് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ഒരുമിച്ച് ഹോൾ ഓർ എന്താണ് പോർഷൻസ് ആയിട്ട് കൊടുക്കാം. ഒരുമിച്ചോ അല്ലെങ്കിൽ പല സമയങ്ങളിൽ പല കാലഘട്ടങ്ങളിലായിട്ട് സോളിറ്ററി കൺഫൈൻമെന്റ് കൊടുക്കാം. അപ്പൊ അതെങ്ങനെ കൊടുക്കണം നോക്കൂ. എത്ര കാലം കൊടുക്കാം? മാക്സിമം 3 മാസം. എത്ര വലിയ ശിക്ഷയായാലും സോളിറ്ററി കൺഫൈൻമെന്റ് 3 മാസത്തേക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ 3 മാസം അറ്റ് എ ടൈം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ 10 വർഷത്തെ തടവാണെങ്കിൽ ആദ്യത്തെ വർഷത്തിൽ 1 മാസം, രണ്ടാമത്തെ വർഷത്തിൽ 10 ദിവസം, മൂന്നാമത്തെ വർഷത്തിൽ ഒരു 4 ദിവസം, അങ്ങനെയൊക്കെ പറഞ്ഞ് പല ദിവസങ്ങൾ പല സമയങ്ങളിലായിട്ട് അവരുടെ ആ ശിക്ഷ കാലയളവ് കഴിയുന്നതിനുള്ളിൽ 3 മാസം വേണമെങ്കിൽ ഒരുമിച്ചും കൊടുക്കാം. ആദ്യത്തെ 3 മാസം സോളിറ്ററി കൺഫൈൻമെന്റ് എന്ന് വേണമെങ്കിൽ പറയാൻ കോടതിക്ക്. അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് മാക്സിമം 3 മാസമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അത് 10 വർഷം കൺവിക്റ്റ് ആവുമ്പോഴല്ല, എത്ര വർഷം കൺവിക്റ്റഡ് ആയ ലൈഫ് ഇംപ്രിസൺമെന്റ് ആയാൽ പോലും മാക്സിമം കൊടുക്കാവുന്ന സോളിറ്ററി കൺഫൈൻമെന്റ് എത്രയാണ്? 3 മാസമാണെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ അല്ലേ? ഇനി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, നെയ്മിലി ABC. നോക്കൂ, എ എന്ന് പറയുന്നത് എ ടൈം നോട്ട് എക്സീഡിങ് 1 month ഇഫ് ദ ടേം ഓഫ് ഇംപ്രിസൺമെന്റ് ഷാൾ നോട്ട് എക്സീഡ് 6 months. 6 മാസം വരെ ശിക്ഷയുള്ള ഒരു കുറ്റമാണ്. 6 മാസം വരെ, 6 മാസം അല്ലെങ്കിൽ അതിൽ താഴെയാണ് ഇയാൾക്ക് എന്ത് ചെയ്യുന്നത്, ശിക്ഷ വിധിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് 1 month, 1 മാസം വരെ സോളിറ്ററി കൺഫൈൻമെന്റ് പാടുള്ളൂ എന്ന് ഈ ആക്ടിൽ പറയുന്നു. മനസ്സിലായോ? അതായത് ഒരാളെ 4 മാസത്തേക്ക് വിധിക്കുകയാണ്, 4 മാസം ശിക്ഷ. അപ്പൊ അയാൾക്ക് മാക്സിമം കൊടുക്കാവുന്ന സോളിറ്ററി കൺഫൈൻമെന്റ് എത്രയാ? 1 മാസം. ഓക്കെ ആണല്ലോ? യെസ്. ഇനി എ ടൈം നോട്ട് എക്സീഡിങ് 2 months ഇഫ് ദ ടേം ഓഫ് ഇംപ്രിസൺമെന്റ് ഷോൾ എക്സീഡ് 6 months ആൻഡ് ഷോൾ നോട്ട് എക്സീഡ് 1 year. അതായത് 6 മാസത്തിൽ കൂടുതൽ, 6 മാസം ഉൾപ്പെടെ 6 മാസം വരെ എന്നുള്ളതൊക്കെ എവിടെയാണ് വരുന്നത്? 1 month. 6 മാസം ശിക്ഷിച്ചാൽ 1 month സോളിറ്ററി കൺഫൈൻമെന്റ് പാടുന്നു. 6 മാസത്തിൽ കൂടുതൽ എക്സീഡിങ് 6 months ആണ്, ബട്ട് നോട്ട് എക്സീഡിങ് 1 year എന്ന് പറയുമ്പോൾ 1 yearൽ കൂടാൻ പാടില്ല. 1 year വരെ ആവാം, 1 year കൂടെ ആവാം. 1 year പണിഷ്മെന്റ് ഉണ്ടെങ്കിൽ പോലും എത്ര നാള് സോളിറ്ററി കൺഫൈൻമെന്റ്? 2 മാസം സോളിറ്ററി കൺഫൈൻമെന്റ്. അതിൽ കൂടുതൽ പാടില്ല. ഇനി 1 yearൽ കൂടുതൽ, അതാണ് സി പറയുന്നത്. 1 yearൽ കൂടുതൽ എത്ര വലിയ ഇംപ്രിസൺമെന്റ് ആണെങ്കിൽ പോലും 3 months ആണ് സോളിറ്ററി കൺഫൈൻമെന്റ്. അതാണ് പറഞ്ഞത്, എ ടൈം നോട്ട് എക്സീഡിങ് 3 months ഇഫ് ദ ടൈം ഓഫ് ഇംപ്രിസൺമെന്റ് ഷോൾ എക്സീഡ് 1 year. 1 yearൽ കൂടുതൽ എത്ര കാലം വരെ ആണെങ്കിലും, എത്ര വരെ എന്ന് പറഞ്ഞിട്ടില്ല. ഇതെല്ലാം എന്താണ് നമുക്ക് കൊടുക്കാവുന്ന മാക്സിമം സോളിറ്ററി കൺഫൈൻമെന്റ് എന്ന് പറയുന്നത് 3 months ആണ്. സോളിറ്ററി കൺഫൈൻമെന്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എന്തല്ല ഒരു പണിഷ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല. സെക്ഷൻ 4ൽ വരുന്നില്ല. സെക്ഷൻ 4ന്റെ ഇംപ്രിസൺമെന്റിന്റെ ഉള്ളിൽ വരുന്ന, മനസ്സിലായോ? അത് വേറൊരു പണിഷ്മെന്റ് എന്ന് ഇതിനെ പറയാൻ പറ്റില്ല. ഒരു പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ ആ പണിഷ്മെന്റ് എത്രത്തോളം റിഗറസ് ആക്കാം, എത്രത്തോളം കഠിനമാക്കാം എന്ന് കോടതിക്ക് തീരുമാനിക്കാം എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 11 എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. BNSന്റെ ഡെഫിനിഷൻ ക്ലോസും സെക്ഷൻ 4ഉം 11ഉം നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ജനറൽ എക്സെപ്ഷനിലേക്ക് കടക്കാം. വളരെ രസകരമായിട്ട് വളരെ നല്ല എക്സാമ്പിളുകളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് പോകാൻ സാധിക്കും. ബെയർ ആക്ട് ആണ് നമ്മളിപ്പോ പോകുന്നത് പോലെ ബെയർ ആക്ട് ആണ് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പാണ് ഇതിനകത്ത് പറയുന്ന ഒരു പോയിന്റ് വിട്ടുപോയില്ല. എല്ലാ പോയിന്റുകളും നമുക്ക് പറഞ്ഞു പോകാൻ പറ്റും. നിങ്ങളെല്ലാം കണ്ടുപോകും. ഓക്കെ ആണല്ലോ? സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.